എന്താണ് ഒരു ആലോചന? എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. മുത്തിന്റെ പഠിത്തം, തക്കുടുവിന്റെ പഠിത്തം, ഇതൊക്കെ ആലോചിക്കാനില്ലേ? തക്കുടുവിനെ എഴുത്തിന് പോലും ഇരുത്തില്ലല്ലോ, പിന്നെന്തോന്നു? എഴുത്തിനിരുത്തില്ലെങ്കിൽ കൊച്ചിന്റെ പഠിത്തത്തെ പറ്റി ചിന്തിക്കാറില്ലേ? ഇതാ നിന്റെയൊക്കെ കുഴപ്പം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഈ വീടിന്റെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, എന്തെല്ലാം എന്റെ കാര്യം, എന്റെ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാനുണ്ട്. ഇതൊന്നും ആലോചിക്കാൻ പാടില്ലേ? ക്ലീറ്റോ മച്ചമ്പിയെ കുറിച്ച് ആലോചിക്കാറില്ലേ? എന്റെ ക്ലീറ്റോനെ പറ്റി ഞാനല്ലാതെ പിന്നെ ആരാ ആലോചിക്കുന്നത്? നീ ആലോചിക്കും. എന്നിട്ടാണോ പെണ്ണുമുള്ള നിങ്ങളെ പുന്നാരാങ്കട ആ പാവത്തിനൊന്നൊരു MP സ്ഥാനം കൊണ്ട് കളഞ്ഞത്? എന്താണ് എന്താ പറഞ്ഞേ? കുറെ ആംഗ്ലം ബാംഗ്ലൂരിൽ നിന്ന് പ്ലാൻ ചെയ്തായിരിക്കും ഞാൻ കേട്ട്. നിങ്ങൾ കാരണമല്ല അങ്ങനെ MP സ്ഥാനം പോയത്. ആണോ? അതൊക്കെ പറയടാ, നീ എന്തിനിങ്ങനെ കിടന്ന് ഒച്ചെടുക്കണേ? ഒച്ചയെടുക്കും, അത്ര സങ്കടമുണ്ട്. അയ്യോ റൊണാൾഡോ, വേണ്ട. ഞാൻ റൂമിൽ കിടന്നുറങ്ങുമ്പോ എനിക്ക് വെളിയിലെ കക്കൂസി പോയി അപ്പിയിടാൻ തോന്നുന്നത് എന്റെ ഭാഗ്യം. അതുകൊണ്ട് ഈ ചതി മൊത്തം അറിഞ്ഞു. മക്കളെ ഒരു മക്കളും വേണ്ട. ഇത് ലോകം അറിയും, ക്ലീറ്റോ അറിയും, ലില്ലി അറിയും, കൂടത്തായി പോലെ ചതി ചെയ്യുമോ? എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ നീ ഇത് പുറത്ത് ആരോടും പറയരുത്. ആരോടും പറയത്തില്ല, പക്ഷെ ഞാൻ ക്ലീറ്റോ മച്ചമ്പി അറിയിക്കും. പറയരുത്. നിനക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. നിനക്കറിയാൻ പാടില്ലല്ലോ. നീ കാര്യം അറിയാതെ അമ്പും തുമ്പും കേട്ട് നീ എടുത്തു ചാടരുത്. അല്ലേ ഇമാതിരി കുറ്റം ചെയ്യുന്നവർക്കെല്ലാം എന്തെങ്കിലും ന്യായീകരണം കാണും. കേക്കട്ടെ, ഇനി പറ. സ്വന്തം ഭർത്താവിനെ ചതിച്ച ഭാര്യയുടെ ന്യായീകരണം ഞാനൊന്ന് കേക്കട്ടെ. ചതിച്ചില്ല, എന്റെ ക്ലീറ്റോനെ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതാണ്. ഇതാണോ ഹൃദയം തുറന്ന് സ്നേഹം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പാവം എത്ര നാളുകൊണ്ട് ഈ DDT പാർട്ടിക്ക് വേണ്ടി പൊടി പിടിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ വരട്ടെ. അങ്ങനെ MP ആയി ഞാൻ ആരാ? PA ആവോ? നമ്മുടെ ഫാമിലിയുടെ സെറ്റപ്പ് ഓ എല്ലാം ശരി, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്ലീറ്റോ ജയിച്ചാലല്ലേ ഇതെല്ലാം ആവുള്ളൂ? മിണ്ടല്ലേടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ജയപരാജയങ്ങൾ ഇലക്ഷനിൽ പതിവാ. ക്ലീറ്റോ ഇലക്ഷന് നിന്ന ജയിക്കുന്ന നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പ്രവർത്തകർ അംഗബലം പാർട്ടിയുടെ ഒരു ഇത് വെച്ചിട്ട് ജയിക്കൂല അല്ല ആണല്ലോ. അപ്പൊ പിന്നെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് 10-60 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആര് പൈസ തിരിച്ചു തരും? നീയല്ലേ പറഞ്ഞത് എവിടെയോ പോയിട്ട് ഈ വീട് സ്ഥലവും പണയപ്പെടുത്തി മാർവാടികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാന്ന്. ഇലക്ഷന് തോറ്റിട്ടുണ്ടെങ്കിൽ ഈ പൈസ ആര് തിരിച്ചു കൊടുക്കും? നീ കൊടുക്കോ? എന്റെ ഇല്ലല്ലോ. എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ക്ലീറ്റോ കൊടുക്കോ? കനകന്റെ കയ്യിലുണ്ടോ? നിന്റെ കൊച്ചപ്പച്ചനും കൊഞ്ചപ്പഞ്ചിയും തരുമോ? റോസ്മേരിയുടെ വീട് വിറ്റ് അത് തരുമോ? അങ്ങനെ ചോദിച്ചാ തരൂല്ല. ആരുടെ കയ്യിലും പൈസ ഇല്ല. അപ്പൊ നിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ക്ലീറ്റോ ഇലക്ഷന് തോറ്റിട്ട് അതിങ്ങനെ പ്രാന്ത് പിടിച്ചോലെ നടക്കണം, ഞങ്ങളൊക്കെ കടം കയറി ആത്മഹത്യ ചെയ്യണം, അതല്ലേ? അതിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ കണ്ടെത്തിയ വഴി ഇതേ ഉള്ളൂ. അല്ല, പറഞ്ഞ കാര്യം ഏകദേശമൊക്കെ ശരിയാണ്. എന്നാലും ചതി എന്ന് പറയുന്നത് ചതിയല്ലേ? ഇത് ചതിയല്ല. പിന്നെ ഇത് ചതിയല്ലാതെ? നീ ഇനി ഇത് പുറത്തു പോയി പറയരുത്. ഇവിടെ ഇനി അതിന്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാവും. അങ്ങനെ പറയാതിരിക്കാനും മറ്റുള്ളവരെ അറിയിപ്പിക്കാതിരിക്കാനും എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. ഓ, ഭീഷണി. അതെ, ഭീഷണി തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ ന്യായീകരണം ഞാൻ കേട്ട പോലെ ക്ലീറ്റോ മച്ചമ്പി ഇരുന്ന് കേൾക്കണമെന്നുണ്ടോ? പറ. ഈ വിഷയം അങ്ങോട്ട് പറയുമ്പോൾ പേപ്പറിന്റെ കനമുള്ള മനസ്സിനുടമയാ. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അതുകൊണ്ട് എൻ്റെ ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങിയേ പറ്റൂ. എന്ത് ഭീഷണി? ഞാൻ ആവശ്യപ്പെടുമ്പോൾ ചിക്കൻ, മട്ടൻ, എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ, പൈസ, അതെനിക്ക് കിട്ടണം. നീ ഇങ്ങനെ നനഞ്ഞുടം കുഴിക്കരുതട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനുണ്ടില്ലെങ്കിലും എൻ്റെ ക്ലീറ്റോ ഉണ്ടില്ലെങ്കിലും എൻ്റെ മക്കളുണ്ടില്ലെങ്കിലും നിന്റെ വയറ് നിറയ്ക്കാൻ നന്നായി തങ്കം ചേട്ടത്തിനോട് നീ ഇത് തന്നെ പറയും. ഈ തങ്കം ചേട്ടത്തി തന്നെയാണോ സ്വന്തം ഭർത്താവിനെ ആരാണ്ടൊക്കെ വിളിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയത്? തരാം. അങ്ങനെ വഴിക്കുവാ. ക്ലീറ്റോ ഒരു കാരണവശാലും അറിയരുത്. ഇല്ല. പക്ഷേ കനകം മച്ചമ്പി ഞാൻ ഇക്കാര്യം അറിഞ്ഞെന്ന് നിങ്ങളെങ്ങാണം പറഞ്ഞിട്ട് പുള്ളി എന്നെ ക്രോസ് വിസ്ഥാനം ചെയ്താൽ എൻ്റെ ഫോണിൽ നിന്ന് ക്ലീറ്റോ മച്ചമ്പിക്ക് ഒരു കോൾ പോകും. ഞാൻ മരിച്ചിവിടെ പെടഞ്ഞു വീണാലും ഞാൻ പറയൂല കനകനോട്. പക്ഷേ ലില്ലി ഒരു കാരണവശാലും അറിയരുത്. ഇല്ല. ഇതെന്താണ് ഞാൻ അറിയേണ്ടാത്ത കാര്യം?